ഈ സ്റ്റേജിലൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ പ്രോപ്പർട്ടികൾ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ റിഹേഴ്സലിൽ ചെയ്തതല്ല പലപ്പോഴും സ്റ്റേജിൽ നമുക്ക് പോകുമ്പോൾ അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക. സിനിമയുടെ അകത്ത് അതിന് അതിരുകളുണ്ട്, കറക്റ്റ് ലിമിറ്റ് ഉണ്ട്, നമ്മൾ ലൈറ്റിന്റെ പോലും പരിധിയിൽ നിന്ന് വിട്ടു പോകാൻ പറ്റില്ല. അപ്പൊ സ്റ്റേജിൽ നിന്ന് പഠിച്ചൊരു പരിചയം ഇവിടെ ഗുണമാണോ ദോഷമാണോ? ഗുണം തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം പരിമിതി ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഞങ്ങൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ചാനലിൽ ലാപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ മൈക്ക് സ്റ്റാൻഡ് മൈക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാൻഡ് മൈക്കിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്, അതായത് എന്ത് ചെയ്താലും അതിന്റെ മുന്നിൽ ചെയ്യാൻ പറ്റും. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നമ്മുടെ ഫേസ് ഇങ്ങനത്തെ ഒരു ആംഗിളിൽ മാത്രമേ നമുക്ക് തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഇത് ഇപ്പൊ പ്രോപ്പർട്ടീസ് ആണെങ്കിലും നമ്മൾ അടുത്ത് വെച്ചിരിക്കും, എടുത്ത് നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതല്ലാണ്ട് നമുക്ക് അങ്ങനെ. അപ്പൊ സ്റ്റേജിൽ ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സിനിമയിൽ ഭയങ്കര യൂസ്ഫുൾ ആണത്. കാരണം സിനിമയിൽ അങ്ങനെയാണല്ലോ, ഈ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ ചെയ്യണമല്ലോ. അപ്പൊ എനിക്കത് ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ചാനലിൽ പക്ഷെ നമുക്ക് ലാപ്പ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എത്ര ഏരിയ വേണമെങ്കിലും കവർ ചെയ്യാം, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ സ്റ്റേജിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, ഈ ഇങ്ങനത്തെ സ്റ്റാൻഡ് മൈക്കിൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്കിത് കുറച്ചുകൂടി കുഴപ്പമില്ല. അത് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനശ്വര, ഇപ്പോൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെ ഈ ഗ്രാമത്തിലെ പെൺകുട്ടി അനശ്വരയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അനശ്വര ഒരു യുവതി, അല്ലെങ്കിൽ ഒരു 18 ശേഷം അധികം ഉള്ളത് സിനിമയുടെ അകത്താണ്, ഒരു അർബൻ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അവരിടുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മാനറിസങ്ങൾ, അവരുടെ നടപ്പ് രീതി, അതൊന്നും യഥാർത്ഥ അനശ്വരയെ പോലെ ആയിരിക്കില്ല. അപ്പൊ അതിന് ഡയറക്ടറുടെ ഫീഡാണോ നോക്കുന്നത്? ചിലതൊക്കെ മാനറിസത്തിലും ചിലപ്പോ അങ്ങനെ പറയണമെന്നില്ല. ചിലതൊക്കെ അങ്ങ് കുറച്ച് കഴിയുമ്പോഴേക്കും പടത്തിന്റെ ഒരു നീറ്റിനനുസരിച്ച് ഗ്രാജുവലി വരുന്നതാണ് ചില മാനറിസങ്ങളൊക്കെ. പിന്നെ നമ്മള് കണ്ട് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടാവല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര്, അവിടെയുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ കുറെ ഒബ്സർവ് ചെയ്തിട്ട് അവർ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചില ക്യാരക്ടറിന് അല്ലെങ്കിൽ എന്തിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ചിലതൊക്കെ വരുന്നതാണ്. ചില ഡയറക്ടേഴ്സ് പറയും, ചിലതൊക്കെ മാനറിസങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒബ്സർവ് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രാജുവലി ഒരു ക്യാരക്ടറിന് വേണ്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഗ്രാജുവലി കിട്ടിപ്പോകുന്നതാണ്. അത് ഞാൻ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല, ഗ്രാജുവലി അങ്ങ് കിട്ടി അങ്ങ് പോകുന്നതാണ്. ഇതിന്റെ ക്യാരക്ടർ ഒരു റീലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രൊമോ മെറ്റീരിയൽ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ മല്ലിക സുകുമാരന്റെ കൂടെ. അപ്പം അത് സിനിമയുടെ അകത്തെ സീനാണോ? അതെ, സിനിമയിലുള്ള സീൻ തന്നെയാണ്. അപ്പൊ ഇതിലെ ക്യാരക്ടർ ആക്ച്വലി അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടിയാണോ? അല്ല, അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരും വൈറലാവണമെന്നൊന്നുമില്ല, എങ്കിലും അവര് റീലൊക്കെ ചെയ്യുമല്ലോ, അവരുടെ സന്തോഷത്തിന് വേണ്ടി. അപ്പൊ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സംഗതിയായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം, സോഷ്യൽ മീഡിയ കൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ അറ്റൻഷൻ സ്പാൻ മാറിയിട്ടുണ്ടല്ലോ, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു ഘട്ടത്തിൽ എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഇതിനകത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരും തിയേറ്ററിൽ മൊബൈൽ ഫോൺ എടുക്കരുത്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്ന് ഞാൻ ഉറപ്പിച്ച് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ അത് മനസ്സിൽ കണ്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലാഗ് കുറച്ച് പെട്ടെന്ന് ഫീൽ ചെയ്ത് മൊബൈൽ എടുത്തു പോകുന്ന ആളാണ് ഞാൻ. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും ഈ അറ്റൻഷൻ സ്പാൻ്റെ പ്രശ്നമുണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ അങ്ങനെ ആയി തീർന്നത് കൊണ്ട് അവിടെ എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഓരോ സിനിമയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പറ്റം കഥാപാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക, നമ്മുടെ മനസ്സിലുണ്ടാവും അത്. ഇപ്പൊ സേവതാടത്തിന്റെ രേഖാചിത്രം എടുക്കുകയാണെങ്കിൽ രേഖയും ഇതുവരെ രേഖ ഒരിക്കലും കാണാത്ത മമ്മൂട്ടി ചേട്ടനും, അതൊരു 2 ക്യാരക്ടേഴ്സ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന 2 ടേക്ക് അവേ. ഇപ്പൊ വ്യസന സമയത്തിൽ ഇതുപോലെ അനശ്വരയുടെ ക്യാരക്ടറും മല്ലിക സുകുമാരനും അതായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം കൊണ്ടുപോകും. 40ഓളം കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾ എല്ലാരും നിങ്ങൾ കൊണ്ടുപോകും. ഈ നാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും. അല്ലെങ്കിൽ ഓരോരുത്തരെങ്കിലും കൊണ്ടുപോകും. ആർക്കെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ എന്തായാലും കണക്ട് ആവും എന്നൊരു കാര്യം. ഇതില് പല ഏജിലുള്ള ആൾക്കാരുണ്ട്, പല 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 പരിപാടി. അതായത് ഒരു മരണ വീട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. 12 മണിക്ക് ആൾക്കാർ വരും, അല്ലെങ്കിൽ കസേരയുടെ ആൾ വരും, അല്ലെങ്കിൽ പറമ്പ് വൃത്തിയാക്കുന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന ആൾക്കാർ വരും, ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാർ വരും. അപ്പൊ ഇത്ര പല പല ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ അയൽക്കാരുണ്ടാവും. അപ്പൊ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കണക്ട് ആവും. ഞാൻ കണ്ടിട്ടുള്ള ചേട്ടനാണല്ലോ ഇതൊന്നും. അതെ, അല്ലെങ്കിൽ ഞാനാണല്ലോ ഇതൊന്നും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. ഇത് ഫുള്ള് ഇത് പലതും നമ്മുടെ വിനന്റെ നാട്ടുകാരൊക്കെ തന്നെയാണ് റെഫറൻസ്. ഈ മരണ വീട്ടിലെ ഒട്ടും യോജിക്കാത്തൊരു സാധനമാണ് ചിരി.
എന്നാൽ പലപ്പോഴും നമ്മുടെ മരണ വീട്ടിൽ അടക്കി പിടിക്കാൻ പാടുപെടുന്നതും ചിരിയാണ്. അവിടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില സന്ദർഭങ്ങൾ, ചില ആളുകളുടെ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ചിരി വരും. അങ്ങനെ ചിരി അടക്കാൻ പാടുപെട്ടുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ട്രിവാൻഡ്രത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം നോർമലി ഇപ്പം മകൻ ഗൾഫിൽ പോകുമ്പോൾ ഒരു അമ്മ കരയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കരയുന്നത്, കരച്ചിലിന് ഒരു രീതി ഉണ്ടല്ലോ. മരണ വീട്ടിൽ അവിടെ കരച്ചിലിന് വേറെ താളം, ഒരു മീറ്റർ ഉണ്ട്. അവിടെ അല്ലേ പറയുന്നില്ലേ പുലമ്പൽ എന്ന് പറയില്ലേ, ഈ മരിച്ചു കിടക്കുന്ന അവിടെ ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. ആംബിയൻസ് ഉണ്ടാക്കാൻ. അതായത് ഈ മരിച്ച ആളുമായിട്ട് വലിയ ആത്മബന്ധമൊന്നും കാണൂല, ഓളം സൃഷ്ടിക്കണം. അയ്യോ ഇന്നലെ കൂടെ കണ്ടതാണേ, ഇങ്ങനെയൊക്കെ പാട്ട് പോലെയൊക്കെ കരയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് മരണവീടിന് ഒരു ആംബിയൻസ് ഉണ്ട്. അപ്പൊ ആംബിയൻസിലോട്ട് അത് എത്തിയിട്ടില്ലെങ്കിൽ അവരെത്തിക്കും. അവരാ മരണവീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബന്ധമില്ലാത്ത അമ്മമ്മ വന്നിരുന്ന് ഇങ്ങനെ താളത്തിൽ കരയണ കാണുമ്പോ എന്നുള്ള സാധനം പോലല്ലേ. സ്വന്തം മോളിങ്ങനെ ഇരിക്കും. മരിക്കാനുള്ളതാണ് കുറച്ച് നാളായിട്ട് സുഖമില്ലാതെ. നമ്മളെ സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലേ അവിടത്തെ ഒരു മരണത്തെ പറയുന്നത്. അവിടെ ഒരു അമ്മമ്മ മരിച്ച്, പ്രായമായ അമ്മമ്മ. അത് അവരെല്ലാവരും മരിക്കുമെന്ന് തന്നെ അറിയാം. ആദ്യം കുറച്ച് കരയും, പിന്നെ ബാക്കിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ബന്ധമില്ലാത്തൊരു അമ്മമ്മ ബോഡി എടുക്കണ സമയത്ത് ഒരു ഹൈ പിച്ച് ഉണ്ട്. ആ പോകുമ്പോഴത്തേക്ക് അപ്പോഴേ വെള്ളം എവിടെ ഇരിക്കണം, ആ മൂടി പിടിച്ചങ്ങ് പോവും. നമുക്കത് കാണുമ്പോ ചിരി വരും, പക്ഷെ ചിരിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ മരണ വീട്ടില്? എല്ലാ മരണ വീടുകളിലും ഉണ്ട്. എല്ലാ മരണ വീട്ടിലും നേരത്തെ പറഞ്ഞ പോലെ റീൽസിന്റെ ഒരു വരവോടുകൂടി അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു, തമാശകൾ ആളുകൾ ആസ്വദിക്കുന്ന രീതി കുറഞ്ഞു. ഇതിപ്പോ റൈറ്റിംഗിലും കൊണ്ടുവരാൻ ഒരു പ്രഷർ ഉണ്ടോ? അല്ല, ലാഗ് വരരുത് എന്ന് ബോധപൂർവമായിട്ടൊരു ശ്രമമുണ്ട്. അതിപ്പോ നമ്മളിപ്പം ഷോർട്ട് പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, അവിടെ ഒരു ലാഗ് ഉണ്ടാവാൻ പാടില്ല എന്നൊരു സംഗതിയുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നേരത്തെയൊക്കെ ഉള്ള സിനിമകളിൽ വളരെ കാര്യമായിട്ടൊരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സിനിമയിലോട്ട്, ആ സീനിലോട്ട് കയറുന്നത്. അത്തരം പരിപാടികളുടെയും ആവശ്യം ഇപ്പൊ വളരെ കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു. എസ്റ്റാബ്ലിഷിംഗ് ഏരിയാസ് ഒക്കെ ഒരു സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം വേണ്ട, അങ്ങനെ വേണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി പെട്ടെന്ന് ആൾക്കാർ ഇന്നാവും, കാരണം അവർ യൂസ്ഡ് ടു ആണ്, കണ്ട് 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 അറിയാം. നേരത്തേക്ക് ആണെങ്കിൽ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ സീൻ കാണിക്കണമെങ്കിൽ അതിനൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഷോട്ട് വേണം, പിന്നെ ആയിരിക്കും ആ പോലീസ് സ്റ്റേഷനകത്ത് സംഗതി കാണിക്കുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനകത്ത് ഒരു ക്രോസ് ചെയ്യുന്ന തന്നെ തുടങ്ങിയാലും ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മല്ലിക സുകുമാരനിൽ ഒരു വൈബ് അമ്മൂമ്മയെ നമുക്ക് കിട്ടുമോ സിനിമയുടെ അകത്ത്? തീർച്ചയായിട്ടും ഒരു വൈബ് ചിൽ അമ്മൂമ്മയാണ്. അപ്പം അവരുടെ ഹ്യൂമർ ഏരിയ ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും സമയത്ത്. തീർച്ചയായിട്ടും അതെ. കാരണം ആള് ഭയങ്കര കിടിലൻ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പം ഒരു 50 വർഷത്തോളമായി ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന അത്രയും സീനിയർ ആയിട്ടുള്ളൊരു ആക്ടറാണ് മല്ലിക ചേച്ചി. ഭയങ്കര രസമായിട്ട് അത് എങ്ങനെ ഹ്യൂമർ ചെയ്താലും ആൾക്കാർക്ക് ആ ഒരു കുഞ്ഞു പുച്ചൊക്കെ ഇട്ട് ആൾക്കാർക്ക് അത്രയും രസത്തിലൊന്ന് ചിരിക്കാൻ പറ്റുന്ന കോമഡി, അങ്ങനെ ഡയലോഗ് പറയുന്ന ഒരാളാണ് മല്ലിക ചേച്ചി. സിനിമയ്ക്കകത്തും നല്ലൊരു രസമുള്ള ഒരു ക്യാരക്ടറാണ് മല്ലിക ചേച്ചിയുടെ. അത് കാണുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഇത് കൊള്ളാലോ ഇങ്ങനെ ഒരു അമ്മൂമ്മ, ഇത് കൊള്ളാലോ അങ്ങനെ തോന്നുന്ന ഒരു അമ്മൂമ്മയാണ് ഇതിനകത്ത്.